അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ശബ്ദം കേൾക്കണ്ടോ? അതെ, ക്ലിയർ ആണ്. ഓക്കെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, എന്തിനാണ് ഈ സമയത്ത് ഇങ്ങനൊരു ക്ലാസ്സിന് പങ്കെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന പ്രധാനപ്പെട്ട ചിന്ത, നന്മകൾ പഠിക്കണം, കേൾക്കണം. ഇനി അറിഞ്ഞതും പഠിച്ചതൊക്കെ ആണെങ്കിൽ തന്നെ അള്ളാഹുവിനെ കുറിച്ച്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന സദസ്സുകൾ, അതിന് മലക്കുകളുടെ പ്രാർത്ഥനയുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൽ പങ്കെടുക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും വിശ്വാസികൾക്ക് ഒരാവേശമാണ്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ഫാത്തിർ 32-ാമത്തെ ആയത്തില് ചില വിഭാഗം ആളുകളെ കുറിച്ച് അല്ലാഹ് പറയുന്നുണ്ട്. അതിലൊന്ന് ഫമിൻഹും വാലിമുൻ ലിനഫ്സി, സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ്. അതായത് അവർക്ക് നന്നായി ജീവിക്കണം എന്നൊക്കെ ഉണ്ട്, പക്ഷെ ജീവിതത്തിൽ പല പിഴവുകളും വന്നു പോകുന്നവരാണ്. വമിൻഹും മുഖ്തസിദുൻ, എന്നാൽ ഒരു മധ്യമ നിലപാടിൽ പരമാവധി നന്മകളൊക്കെ ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുകയും എന്നാൽ അങ്ങനെ ചെയ്യാൻ കഴിയുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ആദ്യം പറഞ്ഞ ആളുകളെ അപേക്ഷിച്ച് ഏറ്റവും അധികം അത്തരം ആളുകളായിരിക്കും. രണ്ടാമത് പറഞ്ഞവർ താരതമ്യേന കുറവായിരിക്കും. മൂന്നാമത് പറയുന്ന മറ്റൊരു വിഭാഗം വമിൻഹും സാബിഖും ബിൽ ഖൈറാത്തി ബിഇദ്നില്ലാഹ്, നന്മകളിൽ മുന്നേറുന്ന പരിശ്രമിക്കുന്ന ആളുകൾ. അവരാണ് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഈ ആളുകൾ, ഇവരാണ് ഏറ്റവും ഉത്തമമായ ആളുകൾ എന്ന് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. നന്മകൾ ജീവിതത്തിൽ പല അവസരങ്ങളിലൂടെ നന്മകൾ ചെയ്യാനുള്ള വാതിലുകൾ നമുക്ക് തുറക്കപ്പെടും. അവിടെ ബുദ്ധി ഉപയോഗിച്ച് എത്രയാണ് അള്ളാഹു എനിക്ക് ആയുസ് നൽകിയത് എന്ന് അറിയാത്തത് കൊണ്ട് തന്നെ കൃത്യമായി അത് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നവരാണ് യഥാർത്ഥ ബുദ്ധിമാന്മാർ. പരിശുദ്ധ ഖുർആൻ സൂറത്തു ആലു ഇമ്രാനിൽ നമുക്കൊക്കെ അറിയുന്ന ഒരായത്തുണ്ട്. വസാരിഹു ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹ സ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. നിങ്ങൾ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കണം. ആകാശഭൂമികളോളം വിശാലമായ അള്ളാഹുവിന്റെ സ്വർഗത്തിനു വേണ്ടി നിങ്ങൾ പടിയെടുക്കണം. അള്ളാഹു അത് തഖ്വയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഒരുക്കിയിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആൻ അനേകം സ്ഥലത്ത്, ഒന്നും രണ്ടും സ്ഥലങ്ങളിലല്ല. നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? നമ്മൾ മനുഷ്യരാണ്, അറിയാതെ പലതും സംഭവിച്ചു പോവാറുണ്ട്. എത്ര സൂക്ഷ്മതയോടെ കൂടി ജീവിക്കുമ്പോഴും തെറ്റുകൾ സംഭവിച്ചു പോകുന്നുണ്ട്. സ്വാഭാവികമാണ്, മനുഷ്യൻ അള്ളാഹു പടച്ചത് അങ്ങനെയാണ്. മനുഷ്യ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചു പോകും. പക്ഷെ പരിഹാരമുണ്ട്. തെറ്റുകൾ സംഭവിക്കുന്നവരിൽ ഉത്തമന്മാരായ ആളുകൾ തൗബ ചെയ്തു മടങ്ങുന്നവരാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കാണാം. നോക്കൂ നിങ്ങൾ, മറ്റൊരു ഹദീസിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കാണിക്കുന്ന കാരുണ്യം എത്രമാത്രമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്, കഴിവിന്റെ പരമാവധി എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇ സയ്യിഅത്തൽ ഹസനത തംഹുഹ, ഒരു തിന്മ സംഭവിച്ചു പോയാൽ മറ്റൊരു നന്മ, നന്മകൾ എന്തൊക്കെയാണ് നമുക്കറിയാം, ദാനധർമ്മങ്ങളും ദിക്റുകളും നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതെല്ലാം. ഒരു തിന്മ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ നന്മ കൊണ്ട് അതിനെ പിന്തുടരുക, അങ്ങനെ അത് മൈക്കപ്പെടും. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലയിൽ പെരുമാറാൻ. നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, വീട്ടിൽ ഭാര്യയോട്, മക്കളോട്, മാതാപിതാക്കളോട്, കൂടെ ജോലി ചെയ്യുന്നവരോട്, നമ്മൾ കണ്ടുമുട്ടുന്ന മനുഷ്യരോടൊക്കെ പരമാവധി നല്ല നിലക്ക് പെരുമാറാനും സംസാരിക്കാനും കഴിഞ്ഞാൽ തന്നെ അതൊരു വലിയ നന്മയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പരലോകത്ത് ഹുസ്നുൽ ഖുൽക്കിനേക്കാൾ കനം തൂങ്ങുന്ന മറ്റൊരു കർമ്മമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും.
ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് പലപ്പോഴും ഒരു കർമ്മമെങ്കിലും അല്ലെങ്കിൽ അള്ളാഹു നമ്മളും മാത്രം അറിയുന്ന കർമ്മങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. വളരെ രഹസ്യമായി നമുക്കറിയാം. 7 വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സബഅത്തുൻ യുദില്ലുഹുമുല്ലാഹു ഫി ളില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു. അള്ളാഹുവിന്റെ തണലല്ലാത്ത ഒരു തണലും ഉപകാരപ്പെടാത്ത ദിവസം 7 വിഭാഗം ആളുകൾക്ക് പ്രത്യേകം അർശിന്റെ തണൽ ലഭിക്കും. ആ കൂട്ടത്തിൽ എണ്ണിയെടുത്ത് നമുക്ക് കാണാൻ കഴിയും. വറജുലുൻ തസദ്ദഖ ബിസദഖത്തിൻ ഫഅഖ്ഫാഹ. ഒരാൾ ദാനധർമ്മം ചെയ്തു, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, എന്നിട്ട് ആ ദാനധർമ്മം അയാൾ ഗോപ്യമാക്കി വെച്ചു. ആരും അറിഞ്ഞില്ല, ഭാര്യ അറിഞ്ഞില്ല, മക്കൾ അറിഞ്ഞില്ല, കൂടെ നിൽക്കുന്ന ഒരാളും അറിഞ്ഞില്ല. ഹത്ത അതിന്റെ ഒരു വർണ്ണന നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹത്ത ലാ തഅലമ ശിമാലുഹു മാ തുൻഫിഖു യമീനു. വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധം എന്ന് വെച്ചാൽ അള്ളാഹും ആ മനുഷ്യരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ആ നിലക്ക് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹു മാത്രമാണ്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഇൻസാനിൽ ഒരു ഭാഗമുണ്ടല്ലോ, ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നമ്മൾ കൊടുത്ത കൊണ്ട് ഒരു നന്ദി വാക്കോ ഒരു പ്രത്യുപകാരോ പ്രതീക്ഷിക്കാത്ത. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ ആ ആയത്തിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്, വമൻ ത്വലബ മിനൽ ഫുഖറാഇ ദുആ അവി സനാ ഖറജ മിൻ ഹാദിഹിൽ ആയ. ആരെങ്കിലും ഒരാൾക്കൊരു പൈസ കൊടുത്ത് ദാനധർമ്മം ചെയ്തിട്ട് ആ സമയത്ത് എനിക്ക് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ ഈ ആയത്തിന്റെ പരിധി ഒന്ന് പുറത്ത് കിടക്കും. അതായത് ആ സമയത്ത് നമുക്ക് ദുആ ചെയ്യണമെങ്കിൽ പിന്നെ പറയാം, ഈ കൊടുത്തത് ദുആ ചെയ്യാൻ വേണ്ടിയാണ് എന്നൊരിക്കലും തോന്നാൻ പാടില്ല നമ്മുടെ മനസ്സിലും അയാൾക്കും. അപ്പൊ ആ നിലക്കാണ് നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, മൂന്നാളുകൾ, ഗുഹയിലകപ്പെട്ട മൂന്നാളുകൾ, അവർക്ക് ഈ ഭൂമിയിൽ വെച്ച് തന്നെ ആ രക്ഷക്ക് കാരണമായി തീർന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, അള്ളാഹും അവരും മാത്രം അറിയുന്ന ഒരു നന്മ. അങ്ങനെ നമ്മൾ പെട്ടുപോയാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിനു മുമ്പേ ചെയ്തു വെച്ചാൽ ഈ ലോകത്തും പരലോകത്തും അത് ഉപകാരപ്പെടും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് വെച്ചാൽ പലപ്പോഴും നമ്മുടെ നമസ്കാരം നഷ്ടപ്പെടുന്നത്, നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുന്നത്, ഖുർആൻ പാരായണം നഷ്ടപ്പെടുത്തുന്നത് നമ്മൾ ഈ ലോകത്ത് അനുഭവിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടി. അള്ളാഹു പറഞ്ഞ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയ, ഭാര്യക്ക് മക്കൾക്കൊക്കെ വേണ്ടിയാണെങ്കിൽ ഇവരാരും നാളെ നമുക്ക് സഹായത്തിനുണ്ടാവില്ല. അതൊരു സത്യമാണ്. നമ്മളെ കൂട്ടത്തിൽ എത്ര ആളുകൾ മരണപ്പെട്ടു പോയി, എത്ര ആളുകൾ ഇന്ന് ബർസഹിയായ ജീവിതം അനുഭവിക്കുന്നുണ്ട്, എത്ര പേർ അവരെ ആലോചിച്ച് കരയുന്നുണ്ട്, എത്ര പേർ അവരെ ചിന്തിച്ച് അവരുടെ ഉറക്കം നഷ്ടപ്പെടുന്നുണ്ട്. ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ അതൊരു മാസം ഏറിപ്പോയാൽ നടക്കുള്ളൂ. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയെ ഇന്ന് ദീൻ പഠിച്ച സ്വഹാബത്ത് നോക്കൂ. നിങ്ങൾ ഒരിക്കൽ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ബഖീഉൽ അർഖദിലേക്ക് പോയിട്ട് പറയുന്ന ചില വാക്കുകളുണ്ട്. അവിടെയുള്ള മരണപ്പെട്ട് കിടക്കുന്ന ഖബറാളികളെ വിളിച്ചു പറയണം, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ. മരണപ്പെട്ട് കിടക്കുന്ന ഖബറാളികളെ, നിങ്ങൾക്ക് അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. എന്നിട്ട് പറയണം, അന്ന നിസാഅകും ഖദ് തസവ്വജ്ന. മരണപ്പെട്ട് കിടക്കുന്ന ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഭാര്യമാരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇതുവരെ ജീവിച്ചത് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഭാര്യമാരെ, ഭർത്താക്കന്മാർ വേറെ വിവാഹം കഴിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്തൊക്കെ കൃത്യമായി മക്കൾ ഓഹരി ചെയ്തിട്ടുണ്ട്, വീതിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയാണ്, അവർക്കെങ്ങാനും മറുപടി പറയാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുമായിരുന്നു, ഞങ്ങൾ നേടിയെടുത്ത തഖ്വയല്ലാതെ സൂക്ഷ്മതയല്ലാതെ ഒന്നും ഞങ്ങൾക്ക് നേടാനും കാണാനും കഴിഞ്ഞിട്ടില്ല എന്നവർ പറയും. അതൊരു സത്യമാണ്. സഹോദരന്മാരെ, ജീവിക്കുന്ന കാലത്ത്, ആയുസ്സുള്ള സമയത്ത് ചിന്തിക്കാനും മനസ്സിലാക്കാനും ആ നിലക്ക് പ്രവർത്തിക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.